അപ്പം നമ്മൾ നല്ല അടിപൊളി ചാള എന്ന് ഇവിടെ പറയും, മത്തി എന്ന് പറയണവരുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നന്നാക്കി ഭംഗിയായിട്ട് എടുക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്ത് കാന്താരിമുളകും ഉപ്പും പച്ചമഞ്ഞൾ അതും കൂടി അരച്ച് ഇത് പുരട്ടണം. എന്നിട്ടാണ് നമ്മൾ വറുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളതിൻ്റെ ചതപ്പലൊക്കെ ചെത്തി. അപ്പോൾ ഞാൻ ഈ കുരുമുളകിൻ്റെ കുറച്ച് ഇല അതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കാം, അതിൻ്റെ ഉളുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഈ കല്ലുപ്പ് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കുരുമുളകിൻ്റെ ഇലയും കല്ലുപ്പിട്ട് ശരിക്കും അങ്ങോട്ട് കറക്കണം. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളെല്ലാം ഉളുമ്പുകളൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അതിൻ്റെ വാലും തലയൊക്കെ നുള്ളി അതിൻ്റെ എല്ലാ സംഗതിയും കളഞ്ഞേച്ച് വീണ്ടും ഇതേമാതിരി തന്നെ ഇത് വീണ്ടും പിന്നെ ഇല വേണ്ട, എന്നിട്ട് പിന്നെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ അതൊക്കെ കഴിവെടുത്ത് ചേർത്ത് ഇത് ഈ പാകത്തിൽ നല്ല അടിപൊളിയായിട്ട് സാധനം നന്നാക്കി ഉറുമ്പൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇടണം. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്കുള്ള സാധനമാണ് ഒരു പിഞ്ഞാണി കാന്താരി മുളക്, നമ്മൾ നട്ട കാന്താരി മുളക് പറിച്ചു കൊടുത്തേക്കണെയാണ്. അപ്പോൾ ഇത് നമുക്ക് വരഞ്ഞെടുത്തേച്ച് ഈ സാധനമൊക്കെ അടിച്ച് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ അരപ്പുകളെല്ലാം ശരിയായിട്ടുണ്ട്, കണ്ടോ? മഞ്ഞൾ എല്ലാ സാധനം കൂടിയുള്ള അരപ്പ് ശരിയാണ്. അരപ്പെല്ലാം നമ്മുടെ മീനിലേക്ക് കാന്താരി മുളക്, മഞ്ഞൾ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി അരച്ചത് ഉണ്ടാക്കിക്കണം. മതി. എന്നിട്ട് ഇതിങ്ങനെ ഇതിങ്ങനെ ഇളക്കി ഒരു 15 മിനിറ്റ്. നമ്മളൊരു 1980കളിലെ മീൻ വെക്കണ രീതിയാണ്. 80, 90, 90s, 80s, 90s ഇതിൻ്റെ മീൻ വെക്കണ രീതിയാണ്. 18 kids, 19 kids എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പച്ചമഞ്ഞളിലൊക്കെ ഇങ്ങനെ അരഞ്ഞു വരുമ്പോൾ ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നല്ല മഞ്ഞളിൻ്റെ കളറൊക്കെ ഇങ്ങനെ വരും. ചാള വറുക്കുമ്പോൾ നല്ല സ്മെല്ലും. അപ്പോൾ ഇതിങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. ഇത് കിട്ടുകയാണെങ്കിലോ ശരിക്കും നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഒരു മുറത്തിൽ പതുക്കെ നിരത്തി വെച്ചേച്ച് ഒരു 15 മിനിറ്റ് വെയിൽ കൊള്ളിക്കണം. വെയിൽ കൊള്ളിച്ചേച്ച് അത് മറച്ച് വെച്ചേച്ച് ഒരു 15 മിനിറ്റ് രണ്ട് സൈഡും ഒരു 1.5 മിനിറ്റ് വെയിൽ കൊള്ളിച്ചേച്ച് എടുത്ത് വറുക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും, നല്ല രുചിയായിരിക്കും. അപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ട് നല്ല ഭംഗിയായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് മീനങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല എന്താ ഒരു മണം മീനിട്ടപ്പോഴത്തേക്കും. കുറച്ച് ഗ്രേവിയൊക്കെ ഇനി എണ്ണയൊക്കെ ശരിക്കും ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കണം. വലിയ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കരുത്, തീ കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ ഇരുന്ന് മുഴുകിയിട്ട സംഭവം അപ്പോൾ എന്തുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം.
എന്താ മണം. നമ്മുടെ മീൻ വറുത്ത അയലക്കത്താരൊക്കെ ഇതെന്താണത് സംഭവം എന്ന് ചോദിച്ച് വിളിച്ചു ചോദിക്കുക. അതേമാതിരി ഒരു ഫീല് മണമാണ് ഇതിങ്ങനെ. ഒന്നും പൊടിഞ്ഞു പോകാതെ എല്ലാം അടിപൊളിയായിട്ട് കിട്ടി. കണ്ടോ? അപ്പോൾ ചാളയൊക്കെ ഇത് വറുത്ത് നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഇതേമാതിരി എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഞങ്ങളുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ മീൻ വറുത്തു വെച്ചു. ഞങ്ങൾ മീൻകറി ഞാൻ മിനിഞ്ഞാന്നുണ്ടാക്കിയായിരുന്നു. മീൻകറി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ എടുത്തില്ല. പക്ഷേ മീൻകറി നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയല്ലേ മീൻകറി അല്ലേ മാനു? അപ്പോൾ മീൻകറി ഉണ്ടാക്കണതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ മീൻകറി നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട്. പക്ഷെ മീൻ വറുത്തങ്ങനെയുണ്ടെന്ന് നോക്കി കഴിച്ചു നോക്കുക. ആ പഴയ കാലത്ത് ആ ചോറിക്കടിയൊക്കെ നമ്മൾ വരുമ്പോൾ ആ മീൻ വറുത്തെടുത്ത് കഴിയുമ്പോൾ ഒരു മഞ്ഞ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മഞ്ഞൾ പച്ചമഞ്ഞൾ അരക്കുന്നതിൻ്റെയാണോ? പച്ചമഞ്ഞൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടും. നമുക്ക് എല്ലാം നല്ല സ്മെല്ലായിരിക്കും. പിന്നെ പച്ചക്കുരുമുളക് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടായില്ല, അതുകൊണ്ട് ഉണക്ക കുരുമുളക് പൊടിച്ച് വെച്ചതാണ് കിട്ടുക. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ടും ചെയ്യാം. ഓക്കെ, അതിനുണ്ട് നല്ല ഇതല്ലേ? അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.